2013 നിലവിൽ വന്നതിന് ശേഷം തൊഴിലുടമകളും തൊഴിലിടങ്ങളിൽ ഐസികൾ രൂപീകരിക്കേണ്ടതാണെന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട്. ഐസികൾ രൂപീകരിക്കാതിരുന്ന തൊഴിലുടമയിൽ നിന്നും പിഴയുൾപ്പെടെ ഈടാക്കണമെന്നും ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നും ഉൾപ്പെടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ 2013 ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം ഈ ഐസി രൂപീകരിക്കാത്ത എത്ര തൊഴിലുടമകൾക്ക് അല്ലെ ചലച്ചിത്ര കമ്പനികൾക്ക് നേരെ പിഴ ഈടാക്കിയിട്ടുണ്ട് എന്നും അത് ഏതെങ്കിലും ചലച്ചിത്ര കമ്പനിയെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ടോ എന്നുള്ളതും ഇത് നടപ്പാക്കാൻ ആവശ്യമായി എന്ത് നടപടിയാണ് സർക്കാർ മുൻകൈയെടുക്കുക എന്നുള്ളതുമാണ് ചോദ്യം. ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിന്മേൽ നടപടി സ്വീകരിക്കാൻ വനിതാ കമ്മീഷനും സംസ്ഥാന സർക്കാരും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് എവിടെയെങ്കിലും കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വിഷയം വന്നതിന് ശേഷം ഏതാണ്ട് എല്ലാ സിനിമാ ഷൂട്ടിംഗ് കേന്ദ്രങ്ങളിലും കാര്യക്ഷമമായ ഇടപെടൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ചൂണ്ടിക്കാണിച്ച വിമർശനങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഇടപെടലിന് ശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ, ഇപ്പോൾ അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ഉറങ്ങാനുള്ള സൗകര്യങ്ങളില്ല, മറ്റ് പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ഈ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ്, സംവിധായകരുടെ സംഘടനകൾ, നിർമ്മാതാക്കളുടെ മറ്റുള്ള എല്ലാവരെയും വിളിച്ച യോഗം കൂടി, ഞാൻ തന്നെ പങ്കെടുത്തവരുടെ എല്ലാ യോഗം കൂടി കർശനമായ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യമായ പരാതികൾ വന്നിട്ടില്ല. പരാതികൾ ശ്രദ്ധയിൽ വന്നാൽ കർശനമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്.